നമസ്കാരം. ക്യൂ മലയാള യുകെ ന്യൂസിലേക്ക് സ്വാഗതം. എനർജി റേറ്റിംഗ് സി ഇല്ലെങ്കിൽ വാടകയ്ക്ക് നൽകാനാകില്ല എന്ന നിയമം നടപ്പിലാക്കാനൊരുങ്ങി സർക്കാർ. നാഷണൽ ലാൻഡ് ലോർഡ് അസോസിയേഷൻ കണക്കുകൾ പ്രകാരം ബൈ ടു ലെറ്റ് സ്കീമിൽ വീട് സ്വന്തമാക്കിയവരിൽ 27% പേർ ഒറ്റ വീടുകളുള്ളവരും 19% പേർ 2 മുതൽ 4 വരെ വീടുകൾ ഉള്ളവരുമാണ്. ടെനന്റ് പ്രൊട്ടക്ഷൻ ബിൽ കൂടി നടപ്പിലാക്കുന്നതോടെ ഈ രംഗത്ത് നിക്ഷേപം നടത്തുന്നത് നഷ്ടമാണെന്ന സാഹചര്യം കൂടി ഉടലെടുക്കും. ഓരോ വീടിൻ്റെയും ഇന്ധന ഉപയോഗക്ഷമത കണക്കാക്കുന്ന എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് EPC ആക്കി മാറ്റാനുള്ള പ്ലാനാണ് ലേബർ സർക്കാർ തയ്യാറാക്കുന്നത്. സാധാരണ A മുതൽ E വരെയുള്ള ഗ്രേഡിംഗ് ആണ് വീടുകളുടെ ഇന്ധന ഉപയോഗക്ഷമതയുടെ അളവായി കണക്കാക്കുന്നത്. ഇതിൽ A മുതൽ C വരെയുള്ള ബാൻഡാണ് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നത്. പുതിയ നിയമപ്രകാരം C റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ വാടകയ്ക്ക് വീട് നൽകാനാവൂ എന്നാണ് സർക്കാർ പറയുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചുരുങ്ങിയത് 25 ലക്ഷം വീടുകളെയെങ്കിലും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഇംഗ്ലണ്ടിലും വെയിൽസിലുമുള്ള വീടുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആയിരക്കണക്കിന് പൗണ്ട് മുടക്കേണ്ടി വരും. ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നറും എനർജി സെക്രട്ടറി S. മിലിബാൻഡും ചേർന്ന് പ്രഖ്യാപിച്ച ഈ പദ്ധതിയിൽ ഉടൻ കൺസൾട്ടേഷൻ ആരംഭിക്കും. 2030 പദ്ധതി പൂർണ്ണമായും നടപ്പാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. UK ഒട്ടുമിക്ക വീടുകളുടെയും എനർജി ബാൻഡ് നിലവിൽ D ആണെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടെത്തൽ. ലക്ഷക്കണക്കിന് വീടുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം വരികയും ഗ്രേഡിംഗ് മെച്ചമായ വീടുകളുടെ ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ വീണ്ടും വാടക വീടുകളുടെ എണ്ണം കുറയുകയും അതിലൂടെ വാടക കുതിച്ചുയരാനും കാരണമാകുമെന്ന വാദവും ശക്തമാകുന്നുണ്ട്. AI ഉച്ചകോടിയിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച് UKയും US-ഉം. പാരീസ് AI ഉച്ചകോടിയുടെ പ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ വിസമ്മതം പ്രകടിപ്പിച്ച് US-ഉം UKയും. സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രതീക്ഷകൾക്ക് ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. ചൈന, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ എന്നിവ ഉൾപ്പെടെ ചൊവ്വാഴ്ച ഒപ്പിട്ട 60 പേരുടെ പിന്തുണയുള്ള രേഖയിൽ തങ്ങളുടെ പേരുകൾ ചേർക്കാത്തതിന് വിശദീകരണം ഇരു രാജ്യങ്ങളും ഉടനെ നൽകിയിരുന്നില്ല. യൂറോപ്പിന്റെ സാങ്കേതിക വിദ്യയുടെ അമിതമായ നിയന്ത്രണത്തെയും ചൈനയുമായുള്ള സഹകരണത്തിനെതിരായ മുന്നറിയിപ്പിനെയും വിമർശിച്ചുകൊണ്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഗ്രാൻഡ് പാലസിൽ ശക്തമായ പ്രസംഗം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മെറ്റ് പോലീസിന്റെ വെറ്റിംഗ് ഡിസ്മിസൽ പദ്ധതിക്കെതിരെ ഹൈക്കോടതി വിധി. മെച്ചപ്പെട്ട പരിശോധന നടപടിക്രമങ്ങളിലൂടെ അനുയോജ്യമല്ലെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാനുള്ള മെറ്റ് പോലീസിന്റെ പദ്ധതി നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി വിധിച്ചു. ലൈംഗിക അതിക്രമത്തെ ആരോപണത്തെ തുടർന്ന് വെറ്റിംഗ് ക്ലിയറൻസ് റദ്ദാക്കിയതിനെ തുടർന്ന് തന്റെ പിരിച്ചുവിടലിനെ ചോദ്യം ചെയ്ത സർജന്റ് ലിനോ ഡി മരിയ ഉൾപ്പെട്ട കേസിൽ നിന്നാണ് ഈ തീരുമാനമുണ്ടായത്. മെറ്റ് നടപടിക്രമം ഉദ്യോഗസ്ഥർക്ക് അത്തരം തീരുമാനങ്ങളെ എതിർക്കാനുള്ള അവസരം നിഷേധിക്കുകയും അതുവഴി ന്യായമായ വിചാരണയ്ക്കുള്ള അവരുടെ അവകാശം ലംഘിക്കുകയും ചെയ്തുവെന്ന് കോടതി കണ്ടെത്തി. മെച്ചപ്പെടുത്തിയ പരിശോധനയിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ വാറന്റ് കാർഡുകൾ നഷ്ടപ്പെട്ടാലും അവരുടെ സ്ഥാനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്ന് ഈ വിധി സൂചിപ്പിക്കുന്നു. ആവശ്യമായ പരിശോധന ക്ലിയറൻസ് ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ നിയമപരമായി പിരിച്ചുവിടാൻ കഴിയാത്തതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് മെറ്റ് കമ്മീഷണർ മാർക്ക് റൗളി തീരുമാനത്തെ വിമർശിച്ചു. മെഡ്വേയിൽ സൗജന്യ ബോളിവുഡ് ഡാൻസ് പരിശീലന കളരി. അന്താരാഷ്ട്ര പരിശീലനം ലഭിച്ചതും സർട്ടിഫൈഡ് ഡാൻസ് മാസ്റ്റർ രതീഷിന്റെ ബോളിവുഡ് നൃത്തത്തിന്റെയും സൗജന്യ ടേസ്റ്റർ സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി മാസം 23 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ഗില്ലിംഗ്ഹാമിലെ വുഡ്ലാൻഡ്സ് ആർട്ട് സെന്ററിൽ പരിശീലന കളരി നടക്കുന്നതാണ്. മേൽപ്പറഞ്ഞ സൗജന്യ ബോളിവുഡ് ഡാൻസ് ടേസ്റ്റർ സെഷനിൽ ഞങ്ങളോടൊപ്പം ചേരൂ. വുഡ്ലാൻഡ്സ് ആർട്ട് സെന്ററിൽ നടക്കുന്ന ഞങ്ങളുടെ ആവേശകരമായ പരിപാടിയിൽ ബോളിവുഡ് നൃത്തത്തിന്റെ ഊർജ്ജസ്വലമായ ലോകം അനുഭവിക്കൂ. നിങ്ങൾ ഒരു പരിചയസമ്പന്നനായ നർത്തകനായാലും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളായാലും ഈ സെഷൻ എല്ലാവർക്കും അനുയോജ്യമാണ്. വാട്സപ്പ് വിവാദത്തിൽ 11 കൗൺസിലർമാരെ ലേബർ പാർട്ടി സസ്പെൻഡ് ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങളുടെ പേരിൽ ആൻഡ്രൂ ഗിന്നിനെയും ഒലിവർ റയാനെയും പുറത്താക്കിയതിന് പിന്നാലെയാണ് പാർട്ടി 11 കൗൺസിലർമാരെ കൂടി ട്രിഗർ മീ ടിംബേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതിനെ സസ്പെൻഡ് ചെയ്തത്. 2019 2022 ഇടയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. ബ്രിട്ടീഷ് ദമ്പതികളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു. ഫ്രാൻസിലെ ലെസ്പെസ്കിസിലുള്ള വീട്ടിൽ ബ്രിട്ടീഷ് ദമ്പതികളായ ആൻഡ്രൂ, ഡോൺ സിയൽ എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലങ്ങൾ ഫ്രഞ്ച് അധികൃതർ പുറത്തുവിട്ടു. മിസസ് സിയലിന് തലയ്ക്ക് 1ലധികം ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും മിസ്റ്റർ ആൻഡ്രൂവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മിസസ് സിയലിന്റെ പരിക്കുകളുമായി ബന്ധപ്പെട്ട ഒരു ആയുധവും കണ്ടെത്തിയിട്ടുമില്ല. കൊലപാതക ആത്മഹത്യ സാധ്യതയോ മൂന്നാമതൊരാൾക്ക് പങ്കുണ്ടോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ദമ്പതികളുടെ സാമ്പത്തിക വിവരങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശകലനം ചെയ്യുന്നു.
അപ്രന്റീസ്ഷിപ്പ് നിയമങ്ങളിൽ ഇളവ് വരുത്തി UK. അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കുന്നതിനുമായി UK സർക്കാർ അടുത്തിടെ കാര്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കണക്ക്, ഇംഗ്ലീഷ് യോഗ്യതകൾ ആവശ്യമില്ലാതെ തന്നെ കമ്പനികൾക്ക് ഇപ്പോൾ അപ്രന്റീസുകളെ നിയമിക്കാൻ കഴിയും എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ ഗ്രീൻ എനർജി, ഹെൽത്ത് കെയർ, ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിലെ തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിനായി 12 മാസത്തിനു പകരം 8 മാസം നീണ്ടു നിൽക്കുന്ന പുതിയ ഹ്രസ്വകാല അപ്രന്റീസ്ഷിപ്പുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ പ്രതിവർഷം 10,000 പുതിയ തൊഴിലാളികൾക്ക് അവസരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ബ്രിട്ടീഷ് അപ്രന്റീസുകൾക്ക് പരിശീലനം നൽകുന്നതിലൂടെ UK വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സൺ LBCയോട് പറഞ്ഞു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.